കലാക്ഷേത്രത്തിന്റെ 19ാമത് വാർഷികാഘോഷ പരിപാടികളിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വിശിഷ്ടാതിഥികളെവരെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളു. നിരവധി സുന്ദര കലകളാൽ സമ്പന്നമാണ് നമ്മുടെ നാട്. നമ്മുടെ പൈതൃകം തന്നെ കലകളിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ്. എന്തെന്നും കലയെ പ്രോത്സാഹിപ്പിച്ച് കലയെ ആത്മാവിലേക്ക് ആവാഹിച്ചെടുത്ത് നമ്മൾ ഓരോരുത്തർക്കുമായി ഓംകാര കലാക്ഷേത്രത്തിന്റെ പരിപാടികൾ സമർപ്പിക്കുന്നു. ഈ ആഘോഷ ചടങ്ങ് ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൂത്താട്ടുളം ഗ്രാമപഞ്ചായത്തിന്റെ ആരാധ്യയായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സീന ജോൺസൺ അവർകളെ ഏറ്റവും ആദരവോടെ ക്ഷണിക്കുന്നു. അടുത്തതായി ഈശ്വര പ്രാർത്ഥന. ഓംകാര കലാക്ഷേത്രം ഡയറക്ടർ ശ്രീ സജീവൻ ഓംകാരെ ക്ഷണിക്കുന്നു. അധ്യക്ഷ അഡ്വക്കേറ്റ് സീന ജോൺസൺ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്ന നമുക്കെല്ലാം പ്രിയങ്കരനായ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ്, ഹോളി ഫാമിലി വികാരി ഫാദർ തോമസ് ബ്രാഹ്മണവേലി, SNDP കൂത്താട്ടുളം ശാഖാ പ്രസിഡന്റ് ശ്രീ TK വിമലാക്ഷൻ, NSS കരിയോളം പ്രസിഡന്റ് ശ്രീ R ശ്യാംദാസ്, വിശ്വകർമ്മ കൂത്താട്ടുളം ശാഖാ പ്രസിഡന്റ് രാമൻ മാഷ്, ശ്രീ KK മോഹനൻ, പ്രിയപ്പെട്ട എൻ്റെ കുട്ടികളെ, രക്ഷകർത്താക്കളെ, ഓംകാര കലാക്ഷേത്രത്തിന്റെ 19ാമത് വാർഷികം ഇന്ന് 19ാം തീയതി ഇവിടെ ആരംഭം കുറിക്കുകയാണ്. കലാജീവിതത്തില് 19 വർഷം മുന്നോട്ട് കൊണ്ടുപോയി കൂടുതൽ അവകാശപ്പെടാൻ ഒന്നുമില്ല എങ്കിലും നിരവധി കുട്ടികളെ അല്പമെങ്കിലും കലാരംഗത്തേക്ക് കൈപിടിച്ചുയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ്. നിരവധി പ്രതിസന്ധികളെ ചർച്ച ചെയ്താണെങ്കിലും ഇപ്പോൾ ഈ സാംസ്കാരിക വേദിയിൽ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് വളരെ അഭിമാനമുണ്ട് കലാജീവിതത്തിൽ കിട്ടുന്ന ഒരു അംഗീകാരം. 19ാമത് ആഘോഷവേളയിൽ ഈ കൂത്താട്ടുകുളത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അഡ്വക്കേറ്റ് സീന ജോൺസൺ എല്ലാ രീതിയിലും ഈ ഓംകാര കലാക്ഷേത്രത്തിന് ഏതൊരു സഹായവും ഏത് സമയത്തും ചെയ്തു തരാൻ സന്നദ്ധയായിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയങ്കരായ പ്രസിഡന്റ്, ഈ കലാക്ഷേത്രത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുക എന്ന് പറയാൻ ഞങ്ങൾക്ക് അഭിമാനമാണ്. അഡ്വക്കേറ്റ് സീന ജോൺസിനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഓംകാര കലാക്ഷേത്രത്തിന് വേണ്ടി ഞാൻ ഹാർദവമായി സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു.
ആരംഭിക്കുന്നത് കാക്കൂർ NSS കരയോഗ കെട്ടിടത്തിലാണ്. 18 വർഷം മുമ്പ് കാക്കൂർ NSS കരയോഗ കെട്ടിടത്തിൽ ഓംകാര കലാക്ഷേത്രം ആരംഭിച്ചപ്പോൾ ആ കലാക്ഷേത്രത്തിന്റെ ആദ്യത്തെ വാർഷികം ഉദ്ഘാടനം ചെയ്തത് നമ്മളിൽ നിന്നും വിട്ടുപിരിയാത്ത യശസ്വരീയനായ നമ്മുടെ TN ജേക്കബായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ മന്ത്രി ഈ 19ാമത്തെ വാർഷികത്തിൽ നമുക്ക് ഈ ഇതുപോലുള്ള ചെറിയ പരിപാടി അത് ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സുഹൃത്തം ചെയ്ത ഒരു കലാക്ഷേത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെയേറെ തിരക്കുണ്ടായിട്ടും നമുക്ക് കൃത്യസമയത്ത് തന്നെ നമ്മോട് പറഞ്ഞ സമയത്ത് തന്നെ വന്ന് ഈ വേദിയിൽ ഇരിക്കുന്ന അദ്ദേഹത്തെ എങ്ങനെയാണ് സ്വാഗതം ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഓംകാര കലാക്ഷേത്രത്തിന് വേണ്ടിയും ഞാൻ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളു. നമുക്കെല്ലാം ഒരംഗീകാരം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണ് എന്ന് ഒരാൾ പറയുമ്പോഴാണ് കോടികൾ കിട്ടുന്നതിനേക്കാൾ ഒരു അംഗീകാരം. നമ്മുടെ അച്ഛൻ, ടോളി ഫാമിലിയിലെ അച്ഛനുണ്ട്, എപ്പോ എന്നെ കണ്ടാലും പറയുന്ന ഒരു കാര്യം, കുട്ടികളൊക്കെ എങ്ങനെയുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടോ? കുട്ടികളൊക്കെ പള്ളിയിൽ വന്ന് കളിക്കാറുണ്ട്, നന്നായിരിക്കുന്നു, കുട്ടികൾ ഉയർന്നു വരണം എന്ന് പറയും. ഇപ്പൊ കിട്ടിയാലും എനിക്ക് വേണ്ട പ്രോത്സാഹനം, ഈ കലാക്ഷേത്രത്തിന് വേണ്ട പ്രോത്സാഹനം തരുന്ന ഒരു ദൈവതുല്യനായ മനുഷ്യനാണ് ഫാദർ തോമസ് ബ്രാഹ്മണവേൽ. അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും വേണ്ടി ഓംകാര കലാക്ഷേത്രത്തിന് വേണ്ടി ഞാൻ ഹാർദവമായി സ്വാഗതം ആശംസിച്ചുകൊള്ളു. NSSന്റെ കൂത്താട്ടുളം കരയോഗ പ്രസിഡന്റ് R. ശ്യാംദാസ്, അദ്ദേഹത്തെ എനിക്ക് സ്വാഗതം ചെയ്താൽ അത് അധികപ്പറ്റായിരിക്കും. കാരണം എന്റെ ഒരു സഹോദര തുല്യനായ ഒരു വ്യക്തിയാണ്. നമ്മുടെ എല്ലാ വാർഷികത്തിലും അദ്ദേഹം ആത്മാർത്ഥമായി പങ്കെടുക്കാറുണ്ട്. എന്ത് തിരക്കുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ടേ പോകാറുള്ളൂ, എവിടെ പോകാം.